നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി അല്ല എന്നും നാം ആയിരിക്കുന്ന സമൂഹത്തിന് വേണ്ടിയാണെന്നും അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാകുന്നുവെന്നും സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും നാം ജീവിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ താളം തെറ്റാതെ അല്ലെങ്കിൽ സൃഷ്ടതാളത്തെ വികലമാക്കാതെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും നാം പ്രത്യേകമായി ഓർത്തു കൊള്ളണം. അതായിരിക്കട്ടെ ഈ വർഷത്തെ നമ്മുടെ ഈ നല്ല നോമ്പിലെ വിശുദ്ധ നോമ്പിലെ ചിന്ത എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ ധാരാളം പെരുന്നാളുകൾ ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് പുരാതന ക്രൈസ്തവ സഭകൾ കൊണ്ടാടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ മാതാവിൻ്റെ നാമത്തിൽ ധാരാളം പെരുന്നാളുകൾ ഉള്ളത് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണല്ലോ ശൂനോയോ പെരുന്നാൾ അല്ലെങ്കിൽ വാങ്ങിപ്പ് പെരുന്നാൾ എന്ന് നാം വിളിക്കുന്നത്. തീർച്ചയായും അതിനോട് ചേർന്ന് മാതാവിനോടുള്ള വചനിപ്പിൻ്റെ പെരുന്നാളുണ്ട്, വിത്തുകൾക്ക് വേണ്ടിയുള്ള മാതാവിൻ്റെ പെരുന്നാളുണ്ട്, കതിരുകൾക്ക് വേണ്ടിയുള്ള മാതാവിൻ്റെ പെരുന്നാളുണ്ട്, മുന്തിരികൾക്ക് വേണ്ടിയുള്ളതായ പെരുന്നാളുണ്ട്, അതുപോലെ തന്നെ മാതാവിൻ്റെ പുകഴ്ച പെരുന്നാളുണ്ട്. പിന്നെ മാതാവിൻ്റെ ജനനപ്പെരുന്നാൾ നാം അതിനു മുമ്പിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആചരിക്കാറുണ്ട്. അതിന് വലിയ ഔദ്യോഗികത കൊടുത്തിട്ടില്ലെങ്കിൽ പോലും വിശ്വാസികളുടെ സമൂഹം അത് ആചരിക്കുന്നുണ്ട്. ചില വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. നോമ്പ് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയുണ്ട്. അങ്ങനെ സഭാമക്കൾ നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഏറ്റവും കൂടുതൽ ഭംഗിയായി മധ്യസ്ഥതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന പ്രഥമ വിശുദ്ധ അല്ലെങ്കിൽ പ്രധാന വിശുദ്ധ എന്ന രീതിയിലാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളുകളെയും പെരുന്നാളുകൾക്ക് മുമ്പുള്ള മറ്റ് നോമ്പ് ഉപവാസ അനുഷ്ഠാനങ്ങളെയും ആചരണങ്ങളെയും ഒക്കെ നാം കാണുന്നത്. ശൂനോയ നോമ്പിന് അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട്. ശൂനോ നോമ്പിൻ്റെ പര്യവസാനം നമ്മുടെ കർത്താവിൻ്റെ അമ്മ വാങ്ങിപ്പോയി എന്ന സത്യത്തെ പ്രഘോഷിക്കുന്നതാണ്. ശൂനോയോ എന്ന വാക്കിൻ്റെ അർത്ഥം വാങ്ങിപ്പോവുക എന്നാണ്. ഷാനി എന്നത് വാങ്ങിപ്പോവുക അല്ലെങ്കിൽ അതൊരു വെർബാണ്. പരിശുദ്ധ അമ്മ വാങ്ങിപ്പോയി എന്ന് പറയുന്നു. നമ്മുടെ പാരമ്പര്യത്തിൽ സഭയുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം പാടാറുള്ളത്, ഉടലോട് അമ്പരമാർന്നവളെ എൻ മാതാവേ മറിയാമേ ഓർക്കണമേ ഞങ്ങളെ എന്നാളും എന്നുള്ള പാട്ട് നാം പാടുന്നതാണ്. ബേദലഹേമിൽ കല്ലിൻ ഗുഹ തന്നിൽ ലോകത്തിൻ പതിയെ പെറ്റവളെ ഗുണവിള നിലമേ ശാശ്വത കന്യേ ഭാഗ്യവതി ഉടലോടമ്പരമാർന്നവളെ എൻ മാതാവേ മറിയാമേ ഓർക്കണമേ ഞങ്ങളെ എന്നാളും എന്ന് നാം പാടാറുണ്ട്. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു ഗാനമാണത്. അതിനകത്ത് വളരെ വ്യക്തമായി നാം പറയുന്നത് പരിശുദ്ധ അമ്മ ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്നാണ്. എന്നാൽ അതിനെ സഭ ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനമായി ഒന്നും നടത്തിയതായിട്ട് സഭയുടെ ചരിത്രത്തിൽ നാം കാണുന്നില്ല. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വിശദീകരിക്കാനുള്ള സമയമല്ല ഇത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ സഭയുടെ പൊതുവിശ്വാസം പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അതാണല്ലോ. അതാണ് സത്യത്തിൽ നാം ഈ നോമ്പിൽ പ്രത്യേകമായി ദൈവത്തോട് യാചിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടാലും ഇല്ല എങ്കിലും ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് അത് വിശുദ്ധമായ ഒന്നായിരുന്നു. ഭാഗ്യാവസ്ഥയിലേക്കുള്ള മാറ്റമായിരുന്നു. വിശുദ്ധിയോടെയുള്ളതായ ഒരു കരേറ്റമായിരുന്നു.
ഈ ലോകത്തിൽ മറ്റാർക്കും ലഭിക്കാത്തതായ ഒരു സൗഭാഗ്യാവസ്ഥയിലേക്കുള്ള പ്രയാണമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രയാണം നമുക്കും ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതാന്ത്യത്തിൽ ഉണ്ടാകണമെന്ന അതിയായ ആശയും പ്രത്യാശയും പ്രാർത്ഥനയുമാണ് ഈ ശൂനോയോ നോമ്പിന് മുമ്പുള്ള ശൂനോയോ നോമ്പും അതിനെ തുടർന്നുള്ളതായ നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളും നാം ആഘോഷിക്കുന്നത്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഡൊർമീഷൻ ഓഫ് മേരി, മൈഗ്രേഷൻ ഓഫ് മേരി എന്നൊക്കെയാണ് വിളിക്കുന്നത്. സ്വർഗാരോപണം അല്ലെങ്കിൽ സ്വർഗാരോഹണം എന്നത് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടിട്ടില്ല. എന്നാൽ റോമൻ കത്തോലിക്ക പാരമ്പര്യത്തിലാണ് അസംഷൻ, സ്വർഗാരോഹണം എന്നുള്ള വാക്കുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മാതാവ് സജീവമായി തൻ്റെ മകൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നാം സജീവമായി തന്നെ ഉറച്ചു തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മെ സംബന്ധിച്ച് ഒരു അനുഗ്രഹത്തിൻ്റെ വഴിതേടലാകുന്നു എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർപ്പിക്കട്ടെ. ക്രൈസ്തവ ജീവിതത്തിന് ഈ ഭൂമിയിലൊരവസാനമുണ്ട് എന്നും എന്നാൽ അത് മറ്റൊരു ജീവൻ്റെ തുടക്കമാകുന്നു എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മുഴുവനുള്ള പ്രധാനപ്പെട്ട തീം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ രക്ഷയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിപരമായ താളം നിലനിർത്തുക എന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം, അതിൻ്റെ ഓരോ പേജിലുമുള്ള കഥാപാത്രം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കർത്താവാണ്. യേശുക്രിസ്തുവാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രധാന കഥാപാത്രം. കർത്താവും പ്രധാന വിഷയം കർത്താവ് ഒരുക്കിയ രക്ഷയും ആകുന്നു എന്ന് നാം പറയുമ്പോൾ അതിന് തുല്യമായ അല്ലെങ്കിൽ അതിന് ചേരുന്നതായ വേദവാക്യങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഓരോ പേജിലും നാം കാണുന്നത് എന്നുള്ളത് വിസ്മരിച്ചുകൂടാത്തതായ ഒന്നാണ്. തീർച്ചയായും ഈ ലോകമൊരു പ്രയാണ കാലഘട്ടമാകുന്നു എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ അമ്മ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. യുയാക്കീം, ഹന്ന എന്ന ദമ്പതികളോടെ ഈ ഭൂമിയിൽ പിറന്നു. മഹാപുരോഹിതൻ്റെ പ്രത്യേക പരിലാളനയിൽ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ ദൈവാലയത്തിൽ വളർന്നു. യൗസേപ്പ് എന്ന നീതിമാനായ മനുഷ്യന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു. കന്യകാത്വത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ദൈവത്തിൻ്റെ ഏകജാതനെ ഉദരത്തിൽ സ്വീകരിച്ചു. കന്യകാത്വത്തിൽ തന്നെ കർത്താവിനെ ലോകത്തിന് പ്രദാനം ചെയ്ത രീതിയിൽ പ്രസവിച്ചു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പൈതലായ ശിശു മുതൽ തൻ്റെ ക്രൂശ് മരണം വരെ തന്നോടൊപ്പം അനുയാത്ര ചെയ്തു. നാം വ്യാഴാഴ്ച നമസ്കാരക്രമത്തിൽ നാം പാടുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കൈകളിലേന്തി ലാളിക്കുന്ന അമ്മ എന്ന്. യേശു ക്രിസ്തുവിനെ കൈകളിലേന്തി ലാളിക്കുന്ന അമ്മയെന്ന് നാം പാടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേറൊരു ആലങ്കാരിക ഭാഷയിലാണ് നാം പാടുന്നത്. പൂർവികനായ വയോധികനെ കൈത്തണ്ടിൽ ലാളിക്കുന്ന അമ്മ എന്ന് നാം പാടാറുണ്ട്. തന്നേക്കാൾ മുമ്പേ ഉള്ളവനെ, അനാദിയായവനെ, സർവ്വലോകത്തിന് മുമ്പേ ഉള്ളവനെ, നിത്യനായവനെ കാലത്തികവിൽ തൻ്റെ കൈകളിലേന്തി ലാളിക്കുന്ന ഒരമ്മയെയാണ് പരിശുദ്ധ കന്യമറിയാം അമ്മയിലൂടെ നാം കാണുന്നത്. അങ്ങനെ ഒരമ്മ ക്രിസ്തുവിനോടൊപ്പം സ്ഥിരമായി യാത്ര ചെയ്തു. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ക്രിസ്തുവിനോട് ചേർന്നു, ക്രിസ്തുവിനോടൊപ്പം സ്ഥിരമായി വസിക്കുന്നു എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ. നാം പാടാറുണ്ട്, നിന്നാൾ സ്തുതിയൊടു രാജമകൾ നിൻ വലമായി രാജഭാമിനിയുമെന്ന്. 45-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിലെ വാക്യമാണ് നാം അത് ഗാനമായിട്ട് പാടുന്നത്.
നമുക്കെല്ലാവർക്കും അറിയാം, അത് പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ആലപിക്കുന്ന ഒരു ഗാനമാണ്. പരിശുദ്ധ സഭ എന്ന മണവാട്ടി കർത്താവിന് മുൻപാകെ നിന്നുകൊണ്ട്, മണവാളനായ ക്രിസ്തുവിന് മുൻപാകെ നിന്നുകൊണ്ട് അവനെ സ്തുതിക്കുമ്പോൾ സഭ കാണുന്ന കാഴ്ചയാണ് അവൻ്റെ വലതുവശത്ത് രാജേശ്വരി ഇരിക്കുന്നത്, അമ്മ റാണി ഇരിക്കുന്നത് സഭ കാണുന്നതായ കാഴ്ചയാണ്. കർത്താവായ യേശു തമ്പുരാനാകുന്ന മണവാളൻ്റെ വലതുവശത്തിരിക്കുന്ന അമ്മ റാണിയെ ദർശിച്ചുകൊണ്ടാണ് സഭാമക്കൾ അവരവരുടെ പ്രയാണത്തിൽ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ പരദേശയാത്രയിൽ മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. യാത്രയ്ക്ക് ഈ ഭൂമിയിൽ തീർച്ചയായും ഒരു അവസാനമുണ്ടാകും, അത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ അവർ നല്ലൊരു പ്രയാണം മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക് നടത്തിയ സംഭവമുണ്ട്. ആദ്യം മോശയുടെ നേതൃത്വത്തിലും ഏറ്റവും അവസാനം മോശയുടെ പിൻഗാമിയായ യോശുവയുടെ നേതൃത്വത്തിലും മരുഭൂമിയിലൂടെയും ചെങ്കടൽ കടന്നും ഒക്കെ കനാൻ ദേശത്ത് എത്തിയതായ സംഭവമുണ്ട്. അതൊരു വാഗ്ദത്ത ദേശമാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് വാഗ്ദത്ത ദേശത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് അത്. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും കനാൻ ദേശമാകുന്ന പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്കുള്ള ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഭംഗിയായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഊഴിയവേല ചെയ്തും അടിമത്തത്തിലേർപ്പെട്ടും കഠിനമായ അധ്വാനങ്ങളിൽ ഏർപ്പെട്ടും കഷ്ടതകൾ സഹിച്ചും പ്രയാസങ്ങൾ സഹിച്ചും മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്തപ്പോഴും അവരോടൊപ്പം രാത്രി അഗ്നിതുണായും പകൽ മേഘസമമായും യഹോവയായ ദൈവം ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അവർക്ക് നായകരായി ദൈവം തമ്പുരാൻ സമയാസമയങ്ങളിൽ നായകരെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനികളാണല്ലോ മോശയും അഹറോനും പിന്നീട് ജോഷുവായും. വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് ജോഷുവയോട് യഹോവയായ ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്, ജനത്തോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട്. യഹോവയായ ദൈവം ജനത്തോട് പറയുവാൻ വേണ്ടി മോശയെ ഏൽപ്പിച്ച കാര്യം ജോഷുവ വിളിച്ചു പറയുന്ന സംഭവം യോശുവ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 3 വേഴ്സ് 10. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിലും ഒരു തരത്തിൽ അതിൻ്റെ ആവർത്തനം നാം കാണുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നീ കൈവശമാക്കുവാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കടത്തും. അവിടെ നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളുണ്ടാകും. അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയണം. അവരെ യഹോവ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കിയാൽ നീ അവരെ തോൽപ്പിക്കുകയും അവരെ നിർമൂലമാക്കുകയും ചെയ്യണം. അവരോട് ഒരു തരത്തിലുള്ള ഉടമ്പടി നീ ചെയ്യരുത്. അവരോട് യാതൊരു കാരണവശാലും കൃപ കാണിക്കരുത്. ഞാൻ ഒന്നുകൂടി വായിക്കാം. നീ കൈവശമാക്കുവാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കടത്തും. അവിടെ നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളുണ്ടാകും. അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയണം. അവരെ യഹോവ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കിയാൽ നീ അവരെ തോൽപ്പിക്കുകയും അവരെ നിർമൂലമാക്കുകയും വേണം. അവരോട് ഒരു തരത്തിലുള്ള ഉടമ്പടിയും നീ ചെയ്യരുത്. അവരോട് യാതൊരു കാരണവശാലും കൃപ കാണിക്കരുത്. തൊട്ടു പിന്നാലെ അവരുടെ പേരുകൾ പറയുന്നുണ്ട്. അവരുടെ പേരുകൾ ഹിത്യർ, ഗിർഗശ്യർ, അമാര്യർ, ഖനാന്യർ, പെരീസ്യർ, യെബൂസ്യർ, ഹിവ്യർ, ബാബിലോണിയർ എന്നിങ്ങനെയാണ്. പല ജാതികളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ദൈവജനം സ്വന്തം ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുന്ന പടിവാതിലും അതിനു മുമ്പിലുമൊക്കെയായി പല ജാതികൾ അവർക്ക് തടസ്സമായി നിൽക്കും. ആ ജാതികളെ മുഴുവൻ ഉന്മൂലനം ചെയ്ത് വേണം സ്വന്തം ദേശത്തേക്ക് പ്രവേശിക്കുവാൻ എന്ന ഒരു അക്ഷരീക അർത്ഥമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവജനം വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുന്ന കവാടത്തിലും
അതിന് മുന്നിലുമൊക്കെയായി തടസ്സമുണ്ടാക്കി നിൽക്കുന്ന ജാതികൾ ധാരാളമാണ്. ആ ജാതികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം. നമുക്കറിയാം, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ ജാതികൾ നമ്മുടെ നല്ല ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി നിൽക്കും. അത് എല്ലാ തലത്തിലും. അത് രാഷ്ട്രത്തിൻ്റെ കെട്ടുപണിയെടുക്കുമ്പോൾ അവിടെ കാണാം, ഒരു സമുദായത്തിൻ്റെ കെട്ടുപണിയെടുക്കുമ്പോൾ അവിടെ കാണാം, സഭയുടെ കെട്ടുപണിയിൽ അത് നല്ലതുപോലെ കാണാം, കുടുംബജീവിതങ്ങളുടെ കെട്ടുപണിയിൽ അതുണ്ട്, വ്യക്തിപരമായ ജീവിതങ്ങളിലും ഇതുപോലെയുള്ളതായ ജാതികൾ പല പേരുകളിൽ നമ്മുടെ മുൻപാകെ, പല രീതികളിൽ നമ്മുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിന് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുമെന്ന് ചുറ്റി നടക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതാണ് എപ്പോഴും ഈ ജാതികൾ കൂടെയുണ്ട്. ഈ ജാതികൾ കൂടെ നിന്ന് നമ്മുടെ ശരിയായ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ചിലപ്പം ചിരിച്ചുകൊണ്ടായിരിക്കാം, വേറെ സമയത്ത് നേരിട്ട് ഉപദ്രവിച്ചുകൊണ്ടായിരിക്കാം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചീത്ത വിളിച്ചുകൊണ്ടായിരിക്കാം, കളിയാക്കിക്കൊണ്ടായിരിക്കാം. എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാമോ ആ മാർഗങ്ങളിലൂടെ എല്ലാം ജാതികളിങ്ങനെ ദൈവജനത്തെയും അവരുടെ ദേശം അവകാശമാക്കുന്നതിനുള്ള പ്രയാണത്തെയും തടസ്സപ്പെടുത്തുന്ന രീതി പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടി എന്ന് പറയുന്നതായിരിക്കും ശരിയായ കാര്യം. ദൈവജനം ദൈവത്തിൻ്റെ ദേശത്തിലേക്ക്, ദൈവം കൊടുത്തിരിക്കുന്ന ദേശത്തിലേക്ക് പ്രയാണം ചെയ്യുവാനായിട്ട് തിന്മയെ തോൽപ്പിച്ച് നന്മയെ ഉദ്ദീപിപ്പിച്ച് നീതിയോടും നിയമവിധേയമായും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ജാതികളുടെ സ്വഭാവക്കാരായി മാറുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട് എന്ന കാര്യം ഈ വേദഭാഗം വായിക്കുമ്പോൾ അതിന് നമുക്കിന്ന് കൊടുക്കാവുന്ന ഒരു വ്യാഖ്യാനമായി ബലഹീന ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇവാഗ്രിയസ് എന്ന ഒരു യോഗിയായ പിതാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വലിയ ഒരു യോഗിയാണ്, താപസനാണ്. താപസനായ ആ പിതാവ് ഈ വേദവാക്യത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനം, ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നതായ ജാതികളെല്ലാം മനുഷ്യജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന ചില തിന്മകളാകുന്നു എന്ന് എടുത്ത് അദ്ദേഹം അതിന് ആന്തരികമായ ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ അത് വ്യക്തികളായി വരാം, രൂപങ്ങളായി വരാം, ചില മുന്നറിയിപ്പുകളായി വരാം, പല രീതിയിൽ വരാം. ഏത് രീതിയിൽ വന്നാലും ആ തടസ്സങ്ങളൊക്കെ ഈ ജാതികളാകുന്നു എന്ന് ഇവാഗ്രിയസ് പിതാവ് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അലക്സാണ്ട്രിയയിലെ ക്ലീമീസ് പിതാവും ഏകദേശം അതേ അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഇവാഗ്രിയസ് പിതാവിൻ്റെ ഒരു ഉദ്ധരണി വായിക്കുന്നത് നല്ലതാകുന്നു എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ പൂർണ്ണത ഉണ്ടാകുന്നതിന് വേണ്ടി ഉന്മൂലനം ചെയ്യേണ്ട ദുഷ്ടവിചാരങ്ങളെയാണ് നാം ഇവിടെ കാണുന്നത്. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ കനാൻ ദേശം പിടിച്ചടക്കിയപ്പോൾ 8 വലിയ ജാതികളെ കീഴടക്കിയതുപോലെ ജീവിതത്തിൻ്റെ പൂർണിമ ആഗ്രഹിക്കുന്ന ക്രൈസ്തവർ 8 ദുർവിചാരങ്ങളോട് യുദ്ധം ചെയ്ത് അവയെ കീഴടക്കണം എന്നത് നിർബന്ധമാണ്. പൊതുവായി നോക്കുമ്പോൾ, അക്ഷരികമായി ചിന്തിക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ജാതികളുടെ പേരുകൾ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്, അവരാരും തന്നെ സത്യദൈവ ആരാധികൾ അല്ല, സത്യദൈവമായ യഹോവയെ ആരാധിക്കുന്നതായ ആളുകളല്ല എന്നത് വളരെ വ്യക്തമാണ്. പഴയ നിയമപ്രകാരം നിയമത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ബാലിൻ്റെയും അശ്വേര പ്രതിഷ്ഠകളുടെയും മറ്റ് വിഗ്രഹങ്ങളുടെയും ആരാധകരായിരുന്നു അവർ എന്നത് വളരെ വ്യക്തമാണ്.
പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന പേരിൽ ഒരു ലിസ്റ്റ് നൽകുന്നുണ്ട്. തീർച്ചയായും ആ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ചതായ ജാതികളാകുന്നു ഇത് എന്ന് ഈ ഇവാഗ്രിയസ് പിതാവ് എടുത്ത് പറയുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റാണല്ലോ അത്. ഇവയെ ജീവിതത്തിൽ പ്രാധാന്യം നൽകി വളർത്തുന്ന സമൂഹം നമ്മുടെ കൂടെ ഉണ്ടായെങ്കിൽ അവർ ഈ ജാതികൾക്ക് തുല്യരാകുന്നു. നാമും ഇത് വളർത്തുന്നുവെങ്കിൽ നാമും ആ ജാതികൾക്ക് തുല്യരായി മാറുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഇവാഗ്രിയസ് പിതാവ് ഈ ഓരോ ജാതിക്കും ഓരോ പ്രത്യേക സ്വഭാവം കൽപ്പിച്ച് നൽകുന്നതായി തുറന്നുള്ളതായ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നാം കാണുന്നുണ്ട്. ഇത് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ജാതി ഹിത്യരാണ്. ഹിത്യരുടെ സ്വഭാവത്തെ എടുത്തു കാട്ടുന്ന ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭക്ഷണമോഹികൾ ആയിരുന്നു എന്നതാണ്. ഭക്ഷണത്തെ ആർത്തിയോടെ കണ്ടിരുന്ന ആളുകൾ ആയിരുന്നു എന്നതാണ്. ഗ്ലട്ടണി ഈസ് ദ ബിഗിനിങ് ഓഫ് ഓൾ പാഷൻസ് എന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണമോഹം എല്ലാ പാപത്തിൻ്റെയും ആരംഭമാകുന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു. അത് വെറുതെ പഠിപ്പിച്ചതല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യം തുടങ്ങിയ പാപത്തിൻ്റെ ചിത്രവും അങ്ങനെയാണല്ലോ. കഴിക്കരുത് എന്ന് യഹോവയായ ദൈവം കൽപ്പിച്ചതായ ഫലം മനുഷ്യൻ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പാപജീവിതം ആരംഭിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നാം വായിക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരൽപ്പം വിശപ്പ് സഹിക്കവയ്യാതെ വന്നപ്പോൾ പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ വിറ്റുകളഞ്ഞ മൂത്ത സഹോദരനായ ഏശാവിനെയും നാം കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ നല്ലതുപോലെ നമുക്കറിയാം. ആദാമിനും ഹവ്വായ്ക്കും എന്ത് സംഭവിച്ചു, ഏശാവിന് എന്ത് സംഭവിച്ചു. സാധാരണഗതിയിൽ കുടുംബത്തിലെ മൂത്ത കാരണവരാണ് തുടർന്നു വരുന്ന തലമുറയെ ശരിയായ രീതിയിൽ നയിക്കേണ്ട ആൾ. പക്ഷേ ജ്യേഷ്ഠാവകാശം നശിപ്പിച്ച ആളിന് യഥാർത്ഥ ജനതയെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനുള്ളതായ ഭാഗ്യമുണ്ടായില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണല്ലോ. ആദാമിൻ്റെയും ഹവ്വായുടെയും ജീവിതത്തിൽ കഴിക്കരുത് എന്ന് പറഞ്ഞ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പർദീസയുടെ അവസ്ഥയിൽ നിന്ന്, തോട്ടത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവർ പുറന്തള്ളപ്പെട്ട സംഭവവും നമുക്ക് നല്ലതുപോലെ അറിയാം. ഇതൊരു യാഥാർത്ഥ്യമായി നാം കാണണം. പരിശുദ്ധ അമ്മ വാങ്ങിപ്പിനോടുകൂടി ദൈവസന്നിധിയിൽ എല്ലാ ജാതികളെയും ഉന്മൂലനം ചെയ്ത് പ്രവേശിച്ചുവെങ്കിൽ അതിന് ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളും ഈ നോമ്പ് കാലത്ത് ആദ്യം വെടിയേണ്ട പ്രധാനപ്പെട്ട ഒരു ദുസ്വഭാവമാണ് ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തി എന്നത് വളരെ വ്യക്തമാണ്. അലക്സാണ്ടറിയ ക്ലീമീസ് പിതാവ് ഈ ഭക്ഷണമോഹത്തെ 2-3 രീതികളിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഒന്ന്, രുചികരമായ ഭക്ഷണത്തോടുള്ള അമിതമായ വാഞ്ച. 2, എന്ത് കിട്ടിയാലും അമിതമായി ഭക്ഷിക്കുവാനുള്ള ത്വര. 3, ഡിസിപ്ലിനില്ലാതെ ഇടവിട്ട് അത് കഴിക്കുക എന്ന രീതികൾ. അത് വളരെ വ്യക്തമാണല്ലോ. നമ്മുടെ പ്രകൃതി ഇന്ന സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം എന്നാണല്ലോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ സഭ നോമ്പ് കാലത്ത് ഇന്നതേ കഴിക്കാവൂ, ഇന്നത് കഴിക്കാൻ പാടില്ല എന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ജീവിതത്തെ നേരായ മാർഗത്തിൽ നയിച്ച് ശിക്ഷണബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന്
സഹായിക്കുന്ന ചില ശിക്ഷണ പാഠങ്ങൾ കൂടിയാണല്ലോ ഇത്. നാം ഇതൊക്കെ അറിഞ്ഞും അറിയാതെയുമൊക്കെ തെറ്റിച്ച് പോകുന്നു എന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതത്തിന് പോലും പലപ്പോഴും ഡിസിപ്ലിൻ ഇല്ലാത്തത്. കോവിഡ്-19 വന്നതിൻ്റെ ഭാരവും പ്രയാസമൊക്കെ നാം പറയുമ്പോഴും ഇപ്പോഴും ഈ ശിക്ഷണബോധം വീണ്ടെടുക്കാത്തതായ ഒരു സമൂഹമായി നാം മുന്നോട്ട് പോകുന്നു എന്നതല്ലേ യാഥാർത്ഥ്യമെന്ന് നാം ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഈ ഭക്ഷണമോഹം എന്ന ദുസ്വഭാവത്തെ വെടിയുന്നതിന് വേണ്ടിയാണ് സഭയിൽ നോമ്പും ഉപവാസവും ഒക്കെ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ആത്മീയമായ ഭക്ഷണം എന്ന ഒന്നുണ്ട്. അത് ആസ്വദിക്കുവാനായി ഒരു നല്ല ക്രിസ്ത്യാനിക്ക് കഴിയുകയാണെങ്കിൽ ലൗകികമായ ഭക്ഷണങ്ങളോടുള്ള അമിതമായ ആർത്തിയെ വെടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോമ്പ് കാലത്ത് നോമ്പ് അനുഷ്ഠിക്കണം, നോമ്പ് ആചരിക്കണം, നോമ്പ് പാലിക്കണം. അത് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ കർത്താവ് വെറുതെ പറഞ്ഞതല്ല, പ്രാവർത്തികമാക്കിയതാണ്. കർത്താവിന് മുമ്പ് പഴയ നിയമത്തിൽ മോശയും ഏലിയാവും പ്രാവർത്തികമാക്കിയതാണ്. വളരെ ഭംഗിയായിട്ട് നാം പാടുന്നുണ്ടല്ലോ, മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കർസായെ ജയിച്ചു എന്ന്. ആകൽ കറുസ എന്ന് പറഞ്ഞാൽ ദൂഷണത്തിൻ്റെ ഉദരമുള്ളവനെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏഷണി ഭക്ഷിക്കുന്നവനെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഏഷണി, ആർത്തി ഭക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കുള്ള മറുമരുന്നായിട്ടാണ് കർത്താവിൻ്റെ നോമ്പിനെയും ഉപവാസത്തെയും മോശയുടെയും ഏലിയാവിൻ്റെയും നോമ്പിനെയും ഉപവാസത്തെയും ഒക്കെ എടുത്തു കാണിച്ചിരിക്കുന്നത്. തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ നോമ്പിനെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ഒന്നും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദേവാലയത്തിൽ മഹാപുരോഹിതൻ്റെ പരിലാളനയിൽ മാലാഖമാരുടെ അകമ്പടിയിൽ ജീവിച്ച ഈ കന്യകയായ ഈ അമ്മയ്ക്ക്, നമ്മുടെ അമ്മയ്ക്ക് നോമ്പ് ഉപവാസവും ജീവിതത്തിൽ അന്യമായിരുന്നില്ല എന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ? യേശു ക്രിസ്തു എന്ന മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ തൻ്റെ ഉദരത്തിൽ പേറുവാൻ തക്കവണ്ണം തനിക്ക് സ്ഥാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോമ്പും ഉപവാസമൊക്കെ പാലിച്ച് ഭക്ഷണമോഹം വെടിഞ്ഞ ഒരമ്മയുടെ പെരുന്നാളല്ലേ നാം ആചരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നിത്യജീവനെ പറ്റിയും അതിനാവശ്യമായ ആഹാരത്തെപ്പറ്റിയും ബോധ്യം വരുന്ന ക്രിസ്ത്യാനികളായി നാം മാറണം. ഭക്ഷണമോഹത്തെ ജയിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ചില പിതാക്കന്മാർ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തയില്ലാത്ത ആളുകളുടെ എണ്ണം കൂടുന്നു എന്നതുകൊണ്ടാണ് എന്നുകൂടി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സത്യക്രിസ്ത്യാനികളെന്ന നിലയ്ക്ക് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ വാങ്ങിപ്പെരുന്നാളിനെ ആഘോഷിച്ചുകൊണ്ട് നമുക്കും നല്ല വാങ്ങിപ്പ് വേണമെന്ന് കരുതുന്നുവെങ്കിൽ ആ വാങ്ങിപ്പിന് തൊട്ടു മുമ്പ് നാം പിടിച്ചടക്കേണ്ട ഒന്നാമത്തെ ജാതിയായ ഭക്ഷണമോഹത്തെ നാം പിടിച്ചടക്കണം എന്നത് വളരെ വ്യക്തമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവിക രഹസ്യങ്ങളെപ്പറ്റിയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെപ്പറ്റിയും പദവികളെപ്പറ്റിയും ദൈവേഷ്ടം നിവർത്തനമാകുന്നതിനെക്കുറിച്ചും ഒക്കെ നാം ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ജാതിയെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബലഹീന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഇതൊരു ജീവിതത്തിൻ്റെ എക്സസൈസായി സ്വീകരിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് അനുഗ്രഹമാകും. ഒരു ജാതിയെ തോൽപ്പിക്കുന്ന യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് യോശുവ വഴി കൽപ്പിച്ചതായ കാര്യം നമ്മുടെ ജീവിതത്തിലും നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഇടയാകും. ഇവാഗ്രിയസ് ഇസ്രായേൽ മക്കൾ ഓടിക്കുവാനായി രണ്ടാമത് പേര് പറഞ്ഞിരിക്കുന്ന ജാതി ഗിർഗശ്യർ എന്നാണ്. ഗിർഗശ്യരുടെ പ്രധാന ദുസ്വഭാവമായി ഇവാഗ്രിയസ് എടുത്തു കാട്ടുന്നത് ദുഷ്കാമം എന്ന ദുസ്വഭാവമാണ്. ദുഷ്കാമം, നമുക്കറിയാം, ഏത് വാക്കും വളരെ പോസിറ്റീവായിട്ട് എടുക്കേണ്ട വാക്കാണ്. ഇപ്പോഴ് കോവിഡ് പോസിറ്റീവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഭയമാണ്. ഒരു രോഗത്തിൻ്റെ ഡയഗ്നോസിസ് നടത്തി പോസിറ്റീവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എല്ലാവരും ഭയക്കുന്നു. കാരണം
ആ രോഗം നമ്മിലുണ്ട് എന്നതാണ് അർത്ഥം. എന്നാൽ ക്രിസ്ത്യൻ തിയോളജിയിൽ പോസിറ്റീവായി ചിന്തിക്കണം, ഋണാത്മകമായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു അനുഗ്രഹത്തിൻ്റെ വഴിയാകുന്നു എന്നുള്ളതാണ്. അത് നാം മനസ്സിലാക്കണം. നെഗറ്റീവിനും പോസിറ്റീവിനും അതാത് സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇവിടെ കാമം എന്ന പദം അതൊരു മോഹമാണ്, ഒരു സാധാരണ മോഹമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ കൂടെ അല്പം കൂടി സൂപ്പർലേറ്റീവായി ദുഷ്കാമം എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ അപകടമുള്ള ഒരു കാര്യമാകുന്നു എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇത് ആദ്യം പറഞ്ഞ ഭക്ഷണമോഹത്തോട് ചേർന്ന് പോകുന്ന ഒന്നാണ്. ശരീരം സമ്പുഷ്ടമാകുമ്പോൾ നമ്മിൽ ലസ്റ്റ് ജനിക്കുന്നു, കാമം ഉണ്ടാകുന്നു എന്നത്, മോഹം ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആശാസ്യമല്ലാത്തതായ ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കുമൊക്കെ നാം വഴുതി വീഴുന്നു. അത് ഗിർഗശ്യരുടെ സ്വഭാവമാകുന്നുവെന്ന് ഇവാഗ്രിയസ് പിതാവ് എടുത്ത് പറയുന്നു. ഇവാഗ്രിയസ് പിതാവിൻ്റെ ചിന്തയിൽ നമ്മുടെ ശരീരത്തിന് 3 തരത്തിലുള്ളതായ ചലനങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 kinds of movements in a human body. അതിലൊന്നാമത്തത് ശരിയായ ചലനമാണ്, സൃഷ്ടിപരമായ ചലനമാണ്, ദൈവദത്തമായ ചലനം എന്ന് വേണമെങ്കിൽ പറയാം. നാച്ചുറൽ മൂവ്മെൻറ്റ്, പ്രകൃതിദത്തമാണ്, സ്വാഭാവിക ചലനമാണ്, നേരെ നടക്കുക എന്നർത്ഥം. ഓർത്തഡോക്സ് സഭയെക്കുറിച്ച് നാം വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലോ. നേരെയുള്ള വിശ്വാസം, ചൊവ്വാക്കപ്പെട്ട വിശ്വാസം, സ്ട്രെയിറ്റ് ഗ്ലോറി എന്ന പദമാണ്. ഒരു ക്രൈസ്തവൻ്റെ ജീവിതം അതാണ്, ക്രൈസ്തവൻ്റെ മൂവ്മെൻറ്റ് അതാണ്. ശരിയായ മഹത്വത്തിലേക്കുള്ള ഒരു പ്രയാണമായിരിക്കണം ക്രൈസ്തവൻ്റെ മൂവ്മെൻറ്റ്. അതല്ല എങ്കിൽ അത് ഗിർഗശ്യരുടെ സ്വഭാവമായി മാറിപ്പോകും എന്നതാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചലനങ്ങളെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അമിത ഭക്ഷണവും പാനീയവും നൽകുന്ന ചില ചലനങ്ങളുണ്ട്. അമിത ഭക്ഷണവും ചില പാനീയങ്ങൾ നൽകുന്ന ചലനങ്ങൾ. അതിന് പ്രത്യേകിച്ച് ഞാനിവിടെ വിശദീകരണമൊന്നും നൽകേണ്ട കാര്യമൊന്നുമില്ല എന്ന് നിനക്കറിയാം. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഇൻഡിസിപ്ലിനായി ഭക്ഷണം കഴിക്കുകയും ആർത്തിയൂറുടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ എന്താ എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെയാണ് ചില പാനീയങ്ങളുടെ ഉപയോഗം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മിലുണ്ടാക്കുന്ന ചലനങ്ങൾ. ഇത് നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മദ്യപാനം എന്നത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു ഫാഷനാണ്. മദ്യപാനമില്ല എങ്കിൽ സ്റ്റാൻഡേർഡ് കുറഞ്ഞു എന്ന് കരുതുന്ന ഒരു കാലഘട്ടം. ലഹരി വസ്തുക്കളുടെ ഉപയോഗമില്ല എങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് താഴെപ്പോയി എന്ന് കരുതുന്ന സ്വഭാവം. നേരെ ചൊവ്വേ ഉള്ള ചലനമല്ലാതെ വളഞ്ഞ ചലനമില്ല എങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് താഴെപ്പോയി എന്ന് കരുതുന്ന സ്വഭാവം. പിയർ ഗ്രൂപ്പ് ഇല്ല എങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് താഴെപ്പോയി എന്ന് കരുതുന്ന സ്വഭാവം. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും വിവാഹ ജീവിതത്തിന് പുറത്തും മുമ്പും ഇല്ല എങ്കിൽ ഞാൻ എന്തോ താഴെപ്പോയി എന്ന് കരുതുന്ന സ്വഭാവം. അങ്ങനെ വിവിധ തരത്തിലുള്ളതായ സ്വഭാവങ്ങളിലൂടെയുള്ളതായ ചില ചലനങ്ങളുണ്ട്. ആ ചലനങ്ങൾ പിടിച്ചടക്കി അവയെ നശിപ്പിച്ച് സ്വാഭാവിക ചലനത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. ആ ചലനങ്ങളും സാത്താൻ്റെ പ്രലോഭനത്തിൽ വരുന്ന ചലനങ്ങളും ഉണ്ടല്ലോ. നമുക്കറിയാം, പരിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ച സംഭവമുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്കത് നല്ലതുപോലെ അറിയാം. സാത്താൻ നമുക്ക് നമ്മുടെ മുൻപാകെ വരുത്തുന്ന ചില ചലനങ്ങളുണ്ട്. ചിലപ്പോൾ കല്ലിനെ അപ്പമാക്കാൻ പറയും, ചിലപ്പം ഗോപുരത്തിൽ നിന്ന് താഴോട്ടിയാടാൻ പറയും, ചിലപ്പോൾ കുന്നിൻ്റെ മണ്ടയ്ക്ക് നിർത്തിയിട്ട് ഈ കാണുന്നതെല്ലാം എൻ്റേതാണ്, നീ ഒന്ന് വന്നിച്ചാൽ മതി, നിനക്ക് തന്നുകൊള്ളാമെന്ന് പറയും. ഇങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ട്. ഇത് അപകടകരമായ ഒന്നാണ്. ദുഷ്കാമം എന്ന ദുസ്വഭാവത്തിൽ നിന്ന് വരുന്നതായ ചലനങ്ങളാണ്. ദുഷ്കാമം എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത
ലൈംഗികത മാത്രമാകുന്നു എന്നതാണ്. അത് തെറ്റായ ഒരു ചിന്താധാരയാണ്. ലൈംഗികത മാത്രമല്ല ദുഷ്കാമം. ഓഫ് കോഴ്സ് ലൈംഗികത നേരെ ചൊവ്വേ അല്ല എങ്കിൽ അത് ദുഷ്കാമം തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് പുറത്തും വിവാഹജീവിതത്തിന് പുറത്തും അനാവശ്യമായ ലൈംഗിക വേഴ്ചകളിലേക്ക് കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ദുഷ്കാമത്തിന് അടിമകളാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതിനെ അവിടെ വച്ച് നിർത്തരുത്. നമുക്ക് ഈ പല വാക്കുകൾ ഉപയോഗിക്കുമ്പം ആ വാക്കുകളുടെ അർത്ഥതലങ്ങൾ എവിടെയെങ്കിലും ഒന്നിൽ കൊണ്ടുവന്ന് ഒതുക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഇൻ്റർവ്യൂ എന്നെ നടത്തിയപ്പം ഞാനൊരു വാക്ക് ഉപയോഗിച്ചു. വേറൊന്നുമല്ല ഉപയോഗിച്ചത്, ചില പെന്തക്കോസ് സഹോദരങ്ങൾ നമ്മെ ചീത്ത വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്കതാണ്. ചില പെന്തക്കോസ് സഹോദരങ്ങൾ നമ്മെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ കോൺഫറൻസ് നടത്തുന്നത് ഞാൻ കണ്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിച്ചു കാണുമല്ലോ, ചീത്ത വിളിച്ചുകൊണ്ട് എന്നാണ്. തീർച്ചയായും ആ പെന്തക്കോസ് സഹോദരങ്ങൾ നാം ഇന്ന് കരുതുന്ന രീതിയിലുള്ള ഒരു ചീത്തയും വിളിച്ചില്ല. എന്ന് പറഞ്ഞാൽ ചീത്ത എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ വിളിക്കുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് ചീത്ത എന്നാണ് ഈ കൂട്ടർ കരുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ആ പറഞ്ഞ വീഡിയോയുടെ ആ ക്ലിപ്പിംഗ് മാത്രം എടുത്തിട്ട് ഈ യൂഹാനൻ മാർ ദിയസ്കോറോസ് ഞങ്ങൾ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട്, അത് ഞങ്ങളുടെ സ്വഭാവമല്ല എന്ന് പറഞ്ഞതായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് പിന്നെ ഞാൻ കാണുവാനായിട്ട് ഇടയായി. ചീത്ത എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ വിളിക്കുന്ന വാക്കുകൾ മാത്രമല്ല, ദൈവഹിതത്തിനെതിരായും സത്യവിശ്വാസത്തിനെതിരായും നേരായ ജീവിതത്തിനെതിരായും ആരെന്ത് പറഞ്ഞാലും, അത് നല്ല വാക്കിലൂടെ ആയാൽ പോലും ആരെന്ത് പറഞ്ഞാലും അത് ചീത്ത തന്നെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളുടെയും അവിടെ കൊടുത്തിരിക്കുന്ന വിശദീകരണങ്ങളുടെയും അർത്ഥതലങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദുഷ്കാമം എന്നതിന് വെറും ഒരു ലൈംഗികതയിൽ മാത്രം നിർത്തരുത് എന്ന്. അയൽക്കാരൻ്റെ അതിര് തോണ്ടാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിനും ദുഷ്കാമം എന്ന് വിളിക്കുന്നതിനൊരു കുഴപ്പവും ഇല്ല. അത് മനസ്സിലാക്കിക്കൊള്ളണം. മദ്യപാനത്തിന് അടിമയാകുന്നുവെങ്കിൽ അതിനും ദുഷ്കാമമാണ്. സഹോദരനെതിരെ പാരപണിയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതിനും ദുഷ്കാമം എന്ന് വിളിക്കാം. അത് ഗർഗശ്യരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് വെറും ഒരു ലൈംഗികതയിൽ മാത്രം നിർത്തേണ്ട ഒരു വിഷയമല്ല. ലൈംഗിക വിചാരങ്ങൾ അതിൽ തന്നെ തിന്മയാകുന്നുവെന്ന് നാം പഠിച്ചിട്ടില്ല. എന്നാൽ ലൈംഗിക വിചാരങ്ങളെ അതിര് കടന്ന രീതിയിൽ മനുഷ്യനെടുക്കുമ്പോൾ അത് തിന്മയായി മാറുകയാണ്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. സ്വന്തം ശരീരത്തിൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം എന്തിനേയും നാം ഉപയോഗിച്ചാൽ അതിനെ ദുഷ്കാമമെന്ന് വിളിക്കാം. പിശാച് കർത്താവിനെ പരീക്ഷിച്ചത് അതാണല്ലോ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 വാക്യങ്ങൾ അവിടെ വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കാതെ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പേരാണ് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 കാര്യങ്ങളല്ലേ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് സാത്താൻ ഉപയോഗിച്ചത്. കല്ലിനെ അപ്പമായി തീർക്കുക, ഗോപുരത്തിന് മുകളിൽ താഴോട്ട് ചാടുക, കുന്നിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് നിർത്തിയതിന് ശേഷം എല്ലാം കാണിച്ചിട്ട് എൻ്റേതാണ്, നീ ഒന്ന് വണങ്ങുക എന്ന് പറയുന്നത് ജഡത്തൂറുള്ള മനുഷ്യൻ്റെ മോഹത്തെ എടുത്ത് കാട്ടുന്നതും കണ്ണിലൂടെ അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കണ്ണിലൂടെ അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും അത് ദുർമോഹത്തിൻ്റേതാകുന്നുവെങ്കിൽ അതല്ലേ നാം തോൽപ്പിക്കേണ്ടത്. എല്ലാം എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ച് ആരുടെ മുമ്പാകെ വണങ്ങുന്ന ഒരു പ്രത്യേകതരം പ്രോസ്പെരിറ്റി ഗോസ്പൽ, അഭിവൃദ്ധിയുടെ സുവിശേഷം ഇന്ന് കൂടുതലുണ്ടല്ലോ. ഇപ്പോൾ അത് ഇച്ചിരി കുറഞ്ഞു നിൽക്കുകയാണ്, ഒന്നും കാണുന്നില്ല. ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടായിരിക്കും, എൻ്റെ ശ്രദ്ധയപ്പെടുന്നില്ല. ഈ COVID-19 വന്നതോടുകൂടി അഭിവൃദ്ധിയുടെ സുവിശേഷമൊക്കെ എവിടെ പോയി ഒളിച്ചു എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും അങ്ങനെ ഒന്ന്
നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം ദുഷ്കാമത്തിൻ്റെ ചില അടയാളങ്ങളാണ്. ഗിർഗശ്യരുടെ സ്വഭാവമാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാകുന്നു എന്ന് ബലഹീന ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് അതിനെ തോൽപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വേറൊന്നുമില്ല, കർത്താവ് പഠിപ്പിച്ച വചനം മാത്രം മതി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന ദൈവവചനത്തിൽ നാം ഉറയ്ക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന് കർത്താവ് പറഞ്ഞതിൽ നാം ഉറയ്ക്കണം. സാത്താനെ നീ എന്നെ വിട്ടുപോവുക എന്ന് ആത്മനിറവിൽ, പരിശുദ്ധാത്മനിറവിൽ വിളിച്ചു പറയുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അങ്ങനെയാകുമ്പോൾ ഗിർഗശ്യരുടെ സ്വഭാവത്തെ പിടിച്ചടക്കുവാനായി നമുക്കിടയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ വചനം ധാരാളം മതിയാകും നമുക്ക് സാത്താനെ തോൽപ്പിക്കുവാൻ, ദുർചിന്തകളെ തോൽപ്പിക്കുവാൻ എന്നുള്ളത്. മൂന്നാമത്തെ സ്വഭാവം അല്ലെങ്കിൽ ജാതിയുടെ സ്വഭാവമായി, അമോര്യരുടെ സ്വഭാവമായി ഇവാഗ്രിസ് പിതാവ് എടുത്തു പറയുന്നത് ധനമോഹമാണ്. ധനമോഹമാണ്, പണത്തോടുള്ള ആർത്തിയാണ്. ആദ്യം ഭക്ഷണത്തോടുള്ള ആർത്തിയാകുന്നുവെങ്കിൽ ഇപ്പോൾ മറ്റൊരു ജാതിയുടെ സ്വഭാവമായി എടുത്തു കാട്ടുന്നത് ധനമോഹമാണ്. അദ്ദേഹം തന്നെ എടുത്തു പറയുന്നുണ്ട്, ധനമോഹം അത് ഒരു ബിംബാരാധനയാകുന്നു. ധനമോഹം ഒരു ബിംബാരാധനയാകും. ദൈവത്തെ പൂജിക്കുന്നതിന് പകരമായി പണത്തെ പൂജിക്കുന്ന സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടായെങ്കിൽ മതി എന്ന് വെക്കുക, നാളെക്കുറിച്ച് നീ വിചാരപ്പെടരുത്, ആകുലപ്പെടരുത് എന്ന് കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞുവെങ്കിൽ അതിനെ ഒട്ടും തന്നെ ചെവിക്കൊള്ളാതെ പണത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. സമ്പത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. അതാണ് ഇവിടെ ഗിർഗശ്യർ, അമോര്യരുടെ സ്വഭാവമായി പറയുന്നത്. ജോൺ ക്ലിമാക്കൂസ് എന്ന ബൈസന്റൈൻ പിതാവ് ദ ലാഡർ ഓഫ് അസെൻഡിങ്, സ്വർഗത്തിലേക്കുള്ള ഗോവേണി എന്ന കൃതിക്കകത്ത് വളരെ ഭംഗിയായി പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം ഒരു ബിംബാരാധനയാണ്. അത് മനുഷ്യൻ്റെ ഹൃദയത്തെ ദ്രവിപ്പിക്കും, മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ നഷ്ടപ്പെടുത്തും എന്ന് എടുത്തു പറയുന്നുണ്ട്. ബിംബാരാധനയാണ്, മനുഷ്യൻ്റെ ഹൃദയത്തെ ദ്രവിപ്പിക്കും, ഇച്ഛാശക്തിയെ നഷ്ടപ്പെടുത്തും. പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തിയോസിനോടും ഇത് തന്നെയല്ലേ പറയുന്നത്? 1 തീമോത്തിയോസ് 6:10 ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ, അത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസമിട്ടകന്ന് ബഹുവിധ ദുഃഖങ്ങൾക്ക് കാരണക്കാരായി മാറുന്നു. ദ്രവ്യാഗ്രഹം എല്ലാ ദോഷത്തിനും കാരണമാകുന്നു. അത് കാക്ഷിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തെ വിട്ടുപോകുന്നു, ബഹുവിധ ദുഃഖങ്ങൾക്ക് അടിമകളായി മാറുന്നു എന്ന സംഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടല്ലോ. സഭ പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം ഔദ്യോഗികമായി വികസിച്ചു വന്നപ്പോൾ എല്ലാം പൊതുവക എന്ന് എണ്ണി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ തങ്ങളുടെ വസ്തുവകകളെ കൊണ്ടുവന്ന് വെച്ച ആളുകളുടെ കൂട്ടത്തിൽ അനന്യാസും സഫീറയും ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. എല്ലാവിധ ദോഷങ്ങൾക്കും അത് കാരണമായി മാറി, മരണത്തിന് പോലും അത് കാരണമായി മാറിയ സംഭവം അവിടെ ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ മുന്നോട്ട് പോകട്ടെ. 4ാമത്തെ ജാതി കനാന്യരുടെ സ്വഭാവമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് അത് നിരാശ, ദുഃഖം, മ്ലാനത എന്നിങ്ങനെയുള്ള വാക്കുകളാണ്. മെലൻഖളി എന്ന് വേണമെങ്കിൽ പറയാം. നിരാശ, ദുഃഖം, മ്ലാനത. നല്ലത് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയാൽ തീർച്ചയായും നമുക്ക് വിഷമമുണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ അതൊരു നിരാശയിലേക്കൊന്നും പോവുകയല്ല, ദൈവം കരുതിക്കൊള്ളുമെന്ന ചിന്തയിൽ നാം ഉറച്ച് മുന്നോട്ട് പോകും. എന്നാൽ ചീത്തയായത് ആഗ്രഹിച്ച് കിട്ടാതെ പോയാൽ പിന്നെ സംഭവിക്കുന്നതാണ് മ്ലാനത, നിരാശ. അർഹമല്ലാത്തതിനെ ചോദിക്കുമ്പോൾ, യോഗ്യമല്ലാത്തതിനെ ചോദിക്കുമ്പോൾ ലഭിച്ചില്ല എങ്കിൽ നമ്മിലുണ്ടാകുന്ന വികാരത്തിന് പറയുന്ന പേരാണ് മ്ലാനത എന്നും നിരാശയെന്നും ദുഃഖത്തിൻ്റെ
സൂപ്പർലേറ്റീവ് ഡിഗ്രി, ശക്തിമത്തായ ഭാവം എന്നുമൊക്കെ പറയുന്നത്. തീർച്ചയായും ഞാൻ ഓരോ സ്വഭാവം എടുത്തു പറയുമ്പോൾ അതിന് മുന്നിൽ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതുമായ വിഷയങ്ങളോട് അവ ബന്ധപ്പെട്ടിരിക്കുന്നതാകുന്നു എന്നത് വളരെ വ്യക്തമാണല്ലോ. നിരാശയെപ്പോലെ കഠിനമായ ദുഷ്ടവിചാരം വേറെ ഇല്ല എന്നാണ് സ്വർണ്ണനാവുകാരനായ ഈവാനിയസ് പിതാവ് പറയുന്നത്. അത് മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ബാധിക്കുന്നു. അങ്ങനല്ലേ? ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ ബാധിക്കുകയാണ്. പണ്ടെങ്ങുമില്ലാത്ത രീതിയിൽ സാധാരണ മരണത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ സംഭവിക്കുന്ന മരണങ്ങൾ ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ കൊലപാതകം. ഒരു കണക്കെടുത്താൽ ചിലപ്പം നമ്മൾ അതിശയിച്ചു പോകും. സാധാരണ സംഭവിക്കുന്ന മരണത്തേക്കാൾ കൂടുന്ന മരണമാണ്. പല മരണങ്ങളും ദുരൂഹമായ സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നുവെന്നാണ് പറയുന്നത്. വ്യക്തമല്ലാത്ത രീതിയിൽ മരണങ്ങൾ സംഭവിക്കുന്നു. എന്താണ് കാരണം? മനുഷ്യൻ്റെ നിരാശ, ഇച്ഛാഭംഗം. ആഗ്രഹിച്ച എന്തോ കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അതൊരു മരണത്തിൻ്റെ വഴിയിലേക്കുള്ള യാത്രയായി പോവുകയാണ് ചെയ്യുന്നത്. ലോകമോഹങ്ങളെല്ലാം താൽക്കാലിക സന്തോഷം മാത്രം നൽകുന്നതാണെന്നും നിത്യജീവനിലേക്ക് പോകേണ്ടവരാകുന്നു നാം എന്ന ചിന്ത നമ്മെ ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും നല്ലതായിരിക്കും. ദുഷ്ലാക്കുകൾ നമ്മിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുതാപം ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷേ അനുതാപത്തെ ഒരു നിരാശയുടെ, ദുഃഖത്തിൻ്റെ മൂർധന്യഭാവത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നത് നമ്മുടെ പാരമ്പര്യത്തിൽ ഇല്ല. അനുതപിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റുകളെക്കുറിച്ചും കുറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആധ്യാത്മികമായ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ എത്തിച്ചേരുക എന്നതാണ്. അതുകൊണ്ടൊരു ആത്മസന്തോഷമാണ് അനുതാപത്തിൻ്റെ പരിസമാപ്തി എന്നുള്ള കാര്യം നാം മറക്കരുത്. അതുകൊണ്ട് ദൈവമക്കൾ മ്ലാനത, ദുഃഖത്തിൻ്റെ കാഠിന്യഭാവം, നിരാശ, ഇങ്ങനെയുള്ളതായ ചില ദുസ്വഭാവങ്ങൾ നമ്മിലുണ്ട് എങ്കിൽ നിത്യജീവനെക്കുറിച്ചും നമുക്ക് ലഭിക്കേണ്ട യഥാർത്ഥ ജീവനെക്കുറിച്ചുമൊക്കെ ശരിയായ കാംക്ഷയോടെ മുന്നോട്ട് പോകണം. ആത്മഹത്യകൾ ഉണ്ടാകാതെ പോകട്ടെ, കൊലപാതകങ്ങൾ ഇല്ലാതെയാകട്ടെ. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ, ദൈവത്തിന് ഹിതകരമായ രീതിയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഭാഗ്യകരമായ വാങ്ങിപ്പുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ബലഹീനനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പെരീസ്യരുടെ സ്വഭാവമായി കാണുന്നത് കോപമാണ്. കോപം, ആങ്കർ എന്ന് വേണമെങ്കിൽ പറയാം. കോപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും കോപമുണ്ട്. അതൊരു ദൈവിക വികാരം കൂടിയാണ് കോപം എന്ന വാക്ക്. പക്ഷേ ദൈവികമായ വികാരത്തെ അത് വികലമാക്കി മാറ്റി കോപിക്കുന്ന ആളിനും ആരുടെ മേരെ കോപിക്കുന്നു ആ ആളിനും നിത്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്വഭാവമാക്കി നാം അതിനെ മാറ്റുകയാണെങ്കിൽ അതാണ് ഇവിടെ പെരീസ്യരുടെ സ്വഭാവമായി ഇവാഗ്രിയസ് പിതാവ് നമ്മോടെടുത്ത് പറയുന്നത്. നമുക്കെതിരെയോ നമുക്കിഷ്ടമില്ലാത്തതോ പ്രവർത്തിച്ചു എന്ന് കരുതുന്നവർക്ക് നേരെ നമ്മുടെ ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന ചില വികാരങ്ങളുണ്ട്. ആ വികാരം ചിലപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളിലേക്ക് നമ്മെ തള്ളിവിടും. അതിനാണ് ഇവിടെ കോപമെന്ന് പറയുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ കോപം അതിൽ തന്നെ ഒരു തിന്മയല്ലല്ലോ. എന്നാൽ തിന്മകൾക്കും പൈശാചിക പ്രലോഭനങ്ങൾക്കും എതിരെ നമ്മെ ശക്തിപ്പെടുത്തുവാൻ ആ വികാരത്തെ നാം ഉപയോഗിക്കണം. നമ്മുടെ കർത്താവ് ഹോശാന സമയത്ത് ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ദേവാലയത്തിൽ കണ്ട ചില കാഴ്ചകളുണ്ട്. ദേവാലയത്തെ പൊൻവാണിഭശാലയാക്കി കള്ളന്മാരുടെയും കരിഞ്ഞത്തക്കാരുടെയും മേളസ്ഥലമാക്കി മാറ്റി. കർത്താവിന് കോപമുണ്ടായി. ആ കോപത്തിൽ നിന്ന് ചാട്ടവാരെടുത്തു, അടിച്ച് സർവ്വതിനെയും പുറത്താക്കി. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, ദേവാലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നു എന്ന്. ദ സീൽ ഓൺ ദ ചർച്ച് ഓഫ് ഗോഡ്. അതാണ്
ദൈവാലയത്തെക്കുറിച്ചുള്ള സീലുണ്ടാകണം, തീഷ്ണത ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള തീഷ്ണത ഉണ്ടാകണം. നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള തീഷ്ണത ഉണ്ടാകണം. നാം ആയിരിക്കുന്ന കുടുംബത്തെക്കുറിച്ചുള്ള തീഷ്ണത ഉണ്ടാകണം. നാം ആയിരിക്കുന്ന ഇടവകയെക്കുറിച്ച് തീഷ്ണത ഉണ്ടാകണം. സഭയെക്കുറിച്ച് തീഷ്ണത ഉണ്ടാകണം. ആ തീഷ്ണത നമ്മെ തിന്നണം. എന്നാൽ അത് ഒരു നഷ്ടത്തിലേക്കോ ഒരു നാശത്തിലേക്കോ പതിക്കുന്ന രീതിയിൽ തിരിച്ചു വിടുവാനായിട്ട് ഒരു കാരണവശാലും ഇടയാകുന്നത് ഒരു വിശുദ്ധീകരണത്തിൻ്റെ പാതയായിരിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നാം എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നടത്തുന്ന ശയന നമസ്കാരത്തിലെ സങ്കീർത്തനം, 4-ാം സങ്കീർത്തനം, 4-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം എന്നും പ്രാർത്ഥിച്ച് കിടക്കണമെന്നുള്ളതാണ് നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്. കോപിപ്പീൻ, നിങ്ങൾ പാപം ചെയ്യരുത്. കോപിക്കുവാനുള്ള അനുവാദമുണ്ട്, പക്ഷെ അതൊരു പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാൻ ഇടയാകരുത്. സൂര്യൻ അസ്തമിക്കുന്നതുവരെ കോപം മനസ്സിൽ വെക്കാതിരിക്കുക. എഫേസ് ലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. 6-ാമത്തെ സ്വഭാവത്തിലേക്ക്, ജാതിയുടെ സ്വഭാവത്തിലേക്ക് ഞാൻ പോവുകയാണ്. അലസത, മടി, നെഗ്ലിജൻസ് എന്നൊരു പദമാണ്. തീർച്ചയായും അലസത ഒരു വലിയ തെറ്റാണ്. ഭൂമിയിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് നോക്കി അനുഗ്രഹപ്രദമായി ആക്റ്റീവ്. ക്രിസ്ത്യൻ ഷുഡ് ബി ഓൾവേസ് ആക്റ്റീവ് ആൻഡ് ഡൈനാമിക്. നാം എപ്പോഴും സജീവരായിരിക്കണം. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, അത് ശരിയാണ്. പക്ഷേ എപ്പോഴും ഉറക്കമായാലോ? നമ്മുടെ കർത്താവും പരിശുദ്ധ സ്ലീഹന്മാരും എപ്പോഴും നമ്മോട് ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങളാണല്ലോ: ഉണർന്നിരിക്കുക, ജാഗ്രതയോടിരിക്കുക. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ജാഗ്രത ഉണ്ടാകണം. എപ്പോഴും ജാഗ്രത വേണം. വാച്ച്ഫുൾനെസ് ആൻഡ് വിജിലൻസ് ആർ ദ 2 കീ വേർഡ്സ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ഇത് രണ്ടും ക്രൈസ്തവ ജീവിതത്തിലെ അടിസ്ഥാന വാക്യങ്ങളാണ്. ഈ 2 അടിസ്ഥാന വാക്യങ്ങളെ നാം സ്വീകരിക്കണം. അതുകൊണ്ട് ഉറക്കം ശരീരത്തിന് ഉന്മേഷത്തിന് വേണ്ടി ഉറങ്ങണം, അത് ആവശ്യവുമാണ്. എന്നാൽ സ്ഥിരമായ ഉറക്കമായാൽ പാടാണ്. ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന് നാം സാധാരണ പറയാറുണ്ടല്ലോ. നമ്മുടെ ആരാധനയിൽ നാം പാടുന്നുണ്ട്, അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശമതരാകും. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശമതരാകും. കാര്യങ്ങളെ ലഘുവായി കാണുന്നതിലും യഥാർത്ഥ കാര്യങ്ങളിൽ ഗൗരവം വേണ്ടത്ര കൊടുക്കാതെ ജീവിക്കുന്നതിലും ഒക്കെ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ അതിനൊക്കെ അലസത എന്ന് പറയാം. സോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഈസ് കോൾഡ് ബൈ ഗോഡ് ഫോർ എ പർപ്പസ്. അത് മനസ്സിലാക്കി നമ്മുടെ വിളിയെ അതിൻ്റെ ഗൗരവത്തിൽ കാണുവാനായി ദൈവമക്കൾക്ക് ഇടയാകണം എന്നുള്ളത് എടുത്ത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അലസതയുള്ളവൻ ആകൽ കർസയാകുന്നുവെന്ന് നിനുവയിലെ മാർ ഇസ്ഹാക്ക് പിതാവ് വളരെ ശക്തമായി പറയുന്നുണ്ട്. 7-ാമത്തെ സ്വഭാവം ഹിവ്യരുടെ സ്വഭാവമാണ്. ഹിവ്യരുടെ സ്വഭാവമായി എടുത്തു പറയുന്നത് ദുരഭിമാനം വ്യർത്ഥമഹത്വം എന്നാണ്. ദുരഭിമാനം വ്യക്തമഹത്വം. ധാർമ്മികമായും ആത്മീയമായും ഉള്ളതിൻ്റെ മഹത്വം നാം എടുത്തു കാട്ടുമ്പോൾ അത് നമ്മുടെ ഒരു മഹത്വമായി മാത്രം ചിത്രീകരിക്കുന്ന, ഞാൻ 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 എന്ന മനോഭാവത്തിൽ ജീവിക്കുന്ന പൊങ്ങച്ചത്തിൻ്റെ, ബോസ്റ്റിങ്ങിൻ്റെ ആത്മാവിനെ സ്വീകരിക്കരുത് എന്നർത്ഥം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹിവ്യരുടെ സ്വഭാവമായി വ്യർത്ഥമഹത്വം. മനുഷ്യരുടെ മുമ്പിൽ ശ്രേഷ്ഠമായത് പലതും ദൈവത്തിന് മുമ്പിൽ മ്ലേച്ഛമാകുന്നു, അറപ്പാകുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ച് നിർവൃതി അടയുന്ന സമൂഹം, അതുവഴി ഞാനാകുന്നു ദൈവമെന്ന് വിളിച്ച് പറയിപ്പിക്കുന്ന ദൈവം, ഇത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു വ്യർത്ഥമഹത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ചില വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോരുത്തരുടെ പേര് വിളിച്ച് പറഞ്ഞിട്ട് നിൻ്റെ വീട് ഞാൻ കാണുന്നു, നിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പശുവിനെ കാണുന്നു, നിൻ്റെ വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ഒരു അലമാരി ഇരിക്കുന്നു, ആ അലമാരിക്കകത്ത് ഒരു പ്രത്യേകിച്ചൊരു അടച്ചു വെച്ചിരിക്കുന്ന സാധനമുണ്ട്, അതിനകത്ത് നിൻ്റെ ആധാരം ഇരിക്കുന്നു. ഏത് വീട്ടിലാണ് ഇതില്ലാത്തത്?
പാവം പിടിച്ച ജനത്തെ കളിപ്പിക്കുന്ന വ്യർത്ഥമഹത്തക്കാരുടെ സ്വഭാവത്തെയാണ് ഇവിടെ എടുത്തു കാട്ടുന്നത്. ഏജൻറ്റുമാരെ വെച്ച് ഓരോ ആളിൻ്റെയും ബാക്ക്ഗ്രൗണ്ടും പശ്ചാത്തലവും മനസ്സിലാക്കി മൈക്കിലൂടെ ആ ആളിനെ മുന്നിൽ പിടിച്ചു നിർത്തി വിളിച്ച് പറയുന്ന രീതി. ഈ അടുത്ത സമയത്ത് ഒരു വ്യർത്ഥമഹത്തക്കാരന് ഒരു തെറ്റ് പറ്റിയത് അതും മീഡിയയിലൂടെ വന്നത് ഞാൻ കാണുകയുണ്ടായി. നിനക്ക് 3 മക്കളുണ്ട്, അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഉടനെ ആരോട് വിളിച്ചു പറഞ്ഞു? അയാൾ വിളിച്ചു പറഞ്ഞു, അയ്യോ 3 പേരുടെ കല്യാണം കഴിച്ചാടേ എന്ന് വിളിച്ച് പറയുന്നത് കേൾക്കാനായിട്ടിടയായി. വ്യർത്ഥമഹത്തക്കാരുടെ ജീവിത സ്വഭാവം ഇതാണ്. അതുകൊണ്ട് ദൈവത്തെ പോലെ ആകുക എന്നത് നല്ലതാണ്, പക്ഷേ ദൈവമാകാനായിട്ട് ആരും ശ്രമിക്കരുത് എന്നുള്ളത് ഇവിടെ എടുത്തു പറയുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഏറ്റവും അവസാനത്തെ ജാതി, 8ാമത്തെ ജാതിയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാബിലോൺ അല്ലെങ്കിൽ ബാബേലിൻ്റെ, അതിന് തൊട്ടു മുമ്പുള്ള ജാതിയോട് ചേർന്ന് പോകുന്നതാണ് അഹങ്കാരം, പ്രൈഡ്, സാത്താൻ്റെ ഒടുക്കലത്തെ ആയുധം എന്ന് വേണമെങ്കിൽ പറയാം. ദ ലാസ്റ്റ് വെപ്പൺ ഓഫ് സൈറ്റൻ. അതാണ്. 7 ജാതികളും തകർക്കപ്പെട്ടു. ഇതിന് മുന്നിൽ പറഞ്ഞതായ 7 ജാതികളും തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട്, ഞാനെല്ലാം ശരിയാക്കിയെന്ന്. ഞാനെല്ലാം ശരിയാക്കി, ഇനിയൊന്നും ശരിയാക്കാറില്ല. ഒരു ആൾ സഭയുടെ മേലധ്യക്ഷനായി കഴിഞ്ഞപ്പോൾ മറ്റൊരു മേലധ്യക്ഷൻ കാണാൻ പോയി. ഓർത്തഡോക്സ് സഭയുടെ കഥയല്ല ഞാനീ പറയുന്നത്, മറ്റൊരു സഭയിലെ കഥയാണ്. അപ്പോൾ കാണാൻ ചെന്ന മേലധ്യക്ഷനോട് സ്വീകരിച്ച മേലധ്യക്ഷൻ, അതായത് പുതുതായിട്ട് മേലധ്യക്ഷ പദവി സ്വീകരിച്ച ആൾ പറഞ്ഞു, ഞാൻ ഇത് ആഗ്രഹിച്ചു, എനിക്കത് കിട്ടി. ഞാൻ അത് ആഗ്രഹിച്ചു, എനിക്കത് കിട്ടി. ഇപ്പോൾ ഞാൻ ഇത് ആഗ്രഹിച്ചു, ഏറ്റവും പരമോന്നതമായ സ്ഥാനം കിട്ടി, അതും ആഗ്രഹിച്ചു, അതും കിട്ടി. ഇനി എനിക്കൊന്നും നേടാനില്ല. അവിടെ തെറ്റി, വീണു, വീഴ്ച സംഭവിച്ചു. ഇനി എനിക്കൊന്നും നേടാനില്ല എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ മനസ്സ് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ദ ലാസ്റ്റ് വെപ്പൺ ഓഫ് സൈറ്റൻ എന്ന് പറയുന്നത്. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വീഴ്ച മാത്രമാണ്. അതുകൊണ്ടാണ് പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ എന്ന പ്രോവർബ് സ്ഥിരമായി നാം പറയുന്നത്. നമുക്ക് നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച്, നമ്മുടെ ശബ്ദത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചിലപ്പോൾ നാണക്കേടുണ്ടാകാറുണ്ട് എൻ്റെ കാര്യത്തിൽ. എൻ്റെ പാട്ട്, ഞാൻ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ ദിയസ്കോറോ സിനിമയുടെ മധുരമായ ശബ്ദം, കൂത്തോമോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നിട്ട് എന്നെ പൊക്കുവാണ്. എനിക്ക് പൊങ്ങാൻ പറ്റുന്ന സമയമാണത്, ഇല്ലേ? ഇന്ന അച്ഛൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഉള്ളതായ ഹ്രമിയോൻ സദറ, ഇന്ന അച്ഛൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ളതായ പ്രാർത്ഥന എല്ലാം കുഴഞ്ഞ് താഴെ വീടും. ഇങ്ങനെയുള്ളതായ ചില അവതരണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് താഴേക്ക് വീഴുന്ന ചില കാഴ്ചകളാണ് കാണുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, അഹങ്കാരം വീഴ്ചയ്ക്ക് മുമ്പ് എന്ന് പറയുന്നത് ശരിയാണ്. 2 വിധത്തിലുള്ള അഹങ്കാരമുണ്ടെന്ന് മാക്സിമസ് ദ കൺഫസർ എന്ന പിതാവ് പറയുന്നുണ്ട്. നല്ല പ്രവൃത്തികളെല്ലാം എൻ്റെ മാത്രം പരിശ്രമ ഫലമാണെന്ന ചിന്ത, അത് നമ്മളെല്ലാം കൊള്ളുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചീത്തയെല്ലാം അത് നിങ്ങളുടെ എല്ലാം കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നത്. ഇത് 2 കുഴപ്പമാണ്. നല്ലതെല്ലാം ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടത് ഞാൻ മാത്രം ചെയ്തതിൻ്റെ ഗുണമാണെന്നും, ചീത്തയായതുണ്ടെങ്കിൽ അത് എനിക്കുള്ള കുഴപ്പമല്ല നിങ്ങളുടെ കുഴപ്പം കൊണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഓരോരുത്തരും പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന അർത്ഥങ്ങൾ സ്വന്തം ജീവിതത്തിലെ ഉദാഹരണങ്ങൾ കൊണ്ട് മനസ്സിലാകും. അതുകൊണ്ട് സ്വയസ്നേഹം മാറണം, സ്വാർത്ഥത മാറണം, ദൈവത്തെ സ്നേഹിക്കണം, നമ്മെയും നാം സ്നേഹിക്കണം. അത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് കർത്താവ് പറഞ്ഞത്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണമെന്നും നിന്റെ അയൽക്കാരന് നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നമ്മെ സ്നേഹിക്കേണ്ട എന്ന് കർത്താവ് പറയുന്നില്ല. നാം നമ്മെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ദൈവിക ജീവൻ നമ്മിലുള്ളത് നേരെയാവുകയുള്ളൂ. എന്നാൽ അത് സ്വാർത്ഥതയുടെ അനുഭവത്തിലേക്ക് പോകരുത്. സ്വാർത്ഥതയുടെ അനുഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അഹങ്കാരമാകും, വീണുപോകും. അതുകൊണ്ടാണ് പിതാക്കന്മാർ എപ്പോഴും പഠിപ്പിക്കുന്നത് മാനസാന്തരപ്പെടുക, ആനന്ദിപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളാണല്ലോ, അതിനു മുമ്പുള്ള നോമ്പ് ദിവസങ്ങളാണല്ലോ ഇത്.
ഇത് നമുക്ക് പറ്റിയ അവസരമാണ്. പ്രത്യേകിച്ച് ഈ COVID-19 പശ്ചാത്തലത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാനും അനുദപിച്ച് പ്രാർത്ഥിക്കുവാനും എൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന ധാരണയിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് കരുണ യാചിക്കുവാൻ, സമൂഹത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് സമൂഹത്തെ മുഴുവൻ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമുക്ക് ഇടയാകണം. അങ്ങനെ ഇടയാകട്ടെ. ജാതികൾ നമ്മുടെ മുമ്പാകെയുണ്ട്. വാഗ്ദത്ത ദേശം പരിശുദ്ധ അമ്മ കരസ്ഥമാക്കിയതുപോലെ വാഗ്ദത്ത ദേശം കരസ്ഥമാക്കേണ്ട ആളുകളാകുന്നു നാം എല്ലാവരും. പക്ഷെ കരസ്ഥമാക്കുവാൻ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പാകെ നിൽക്കുന്ന തടസ്സങ്ങളാകുന്ന ജാതികളെ ഉന്മൂലനം ചെയ്യുവാൻ ഈ അമ്മയെപ്പോലെ നമുക്ക് സാധ്യമാകും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് പറയുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ അമ്മ ആണ് ആ സ്ത്രീയെ. സന്തതി എന്ന് വിളിക്കുന്നത് കർത്താവാണ്. സർപ്പത്തിൻ്റെ തലയെ തകർത്തതും കർത്താവാണല്ലോ. ആ തലയെ തകർക്കുവാൻ കർത്താവിന് ഈ ഭൂമിയിൽ ഒരുക്കിയ ഒരമ്മയുടെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ പോലെയാകണം. പ്രതിപക്ഷം ആ അമ്മയെപ്പോലെയെങ്കിലും ആകണം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതകളും പ്രാർത്ഥനകളും നമുക്ക് കോട്ടയായിരിക്കട്ടെ.